ഹലോ ഹായ് ഫ്രണ്ട്സ്, വീണ്ടും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് 2 റെസിപ്പീസിൻ്റെ വ്ളോഗാണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പം ആദ്യം അതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ അനിയൻ്റെ വകയായിട്ട് ഉള്ള റെസിപ്പീസ് ആയിരുന്നു. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കൂടി പരിചയപ്പെടാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമ്മളൊരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് കൊണ്ടുള്ള ഒരു പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമ്മളിവിടെ 4-5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അരിക് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിനായിട്ട് പുഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് നമ്മളൊരു പാൻ എടുക്കുക. അതിലോട്ട് പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ഒരു 1/4 കപ്പോളം പഞ്ചസാര വേണം ചേർക്കേണ്ടുള്ളത്. 1/4 കപ്പ് പഞ്ചസാര ചേർത്തതിന് ശേഷം അത് മെൽറ്റ് ആവാൻ വേണ്ടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഇതൊരു ബ്രൗണിഷ് നിറാവുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഈ മെൽറ്റായ പഞ്ചസാര ഒരു ബ്രൗണിഷ് കളർ ആയതിനു ശേഷം നമ്മൾ അതിനൊരു ടിന്നിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം ആ ടിന്നിലേക്ക് മാറ്റിയതിന് ശേഷം അത് മൊത്തത്തിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ബ്രെഡിൻ്റെ സ്ലൈസുകൾ ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം 1/2 കപ്പോളം പാലാണ് എടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 2 അടപ്പോളം വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം ഇതെല്ലാം ചേർത്തതിന് ശേഷം അവസാനമായിട്ട് 2-3 ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ഇതെല്ലാം കൂടി വെച്ച് ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു മെൽറ്റ് ചെയ്ത് വെച്ച് പഞ്ചസാരയിലേക്ക് ഇതെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ഈ ഒരു ബാറ്റർ റെഡിയായി കഴിഞ്ഞു. അതിനുശേഷം ഇത് ആവിയിൽ വേവിച്ചെടുക്കുക. ഒരു അരമണിക്കൂർ ആവിയിൽ പുഡിംഗ് ഇവിടെ റെഡിയായി കഴിഞ്ഞിരുന്നു. അപ്പം നമ്മളുടെ പുഡിംഗ് റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും യാസീൻ എന്തോ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതും കൂടെ വീഡിയോ എടുക്കാമെന്ന് കരുതി ഞാൻ വീഡിയോ എടുത്തു. അതിനായിട്ട് അവൻ ഇവിടെ ക്യാരറ്റാണ് എടുത്തിട്ട് 2-3-4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞു. അതിന് ശേഷം ഇതെല്ലാം ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ വലിയ ഉള്ളി ഇതെല്ലാം എടുത്ത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് നരച്ചതിന് ശേഷം അതിലോട്ട് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത് യാസീൻ്റെ ഫേവററ്റ് ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ്. പിന്നെ അതിന് ശേഷം ബ്രെഡിലോട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ഒഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് എനിക്ക് കൊണ്ടുതരാൻ വേണ്ടി ആള് കട്ട് ചെയ്യുകയാണ്. നമ്മളുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആള് എന്നെ സർപ്രൈസ് ആക്കാൻ വേണ്ടി ആള് ഉണ്ടാക്കിയതാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. തനി ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഉമ്മിക്കും ഇവിടെ എനിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇവൻ ഇങ്ങനെയുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അടുക്കളയിൽ പോലും കയറാത്ത ഇവനാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. എനിക്ക് അത്ഭുതമായിരുന്നു. പക്ഷെ കൊള്ളായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ 2 റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.